നമ്മോടൊപ്പം ഇപ്പോൾ മറ്റൊരു അതിഥി കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിൽ ചേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥിയാണ്. നമുക്ക് ഏറെ പരിചിതമുള്ള ഏറെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മളിപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ അതിഥിയായി ചേരുന്നത്. ഞാൻ അധികം പറയുന്നില്ല, നമുക്ക് നേരിട്ട് കണ്ട് പരിചയപ്പെടാം. അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയിൽ ഇടം നേടിയിരിക്കുകയാണ് ഐഷ സുൽത്താന സംവിധാനം ചെയ്ത ഫ്ലഷ് എന്ന സിനിമ. ഈ മാസം 17-ന്, അതായത് ഇന്ന്, കോഴിക്കോട് കൈരളി തിയേറ്ററിൽ വെച്ച് ചിത്രം പ്രദർശിപ്പിക്കും. പൂർണ്ണമായി ലക്ഷദ്വീപിൽ ചിത്രീകരിച്ച ഇന്ത്യയിലെ ആദ്യ സിനിമ കൂടിയാണ് ഫ്ലഷ്. ഐഷ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് കേരളത്തിൽ തത്സമയം അതിഥിയായി. ഐഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഐഷയോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം. കാരണം ഐഷ ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞൊരു വാചകം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം. അതായത്, ഞാനൊരു വെള്ള പേപ്പറിൽ ഒരു ചിത്രം വരയ്ക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞാൻ ആ ചിത്രം വരച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവർ അത് ചുരുട്ടിക്കൂട്ടി എനിക്ക് നേരെ എറിഞ്ഞു. ആ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ പേപ്പർ നിവർത്തിയാണ് ഞാൻ ആ ചിത്രം വരച്ചു തീർത്തത്. ആ സിനിമയ്ക്ക് പിന്നിൽ ഐഷ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, ഐഷയുടെ സാമൂഹിക ജീവിതത്തിൽ ഐഷയ്ക്ക് നേരിടേണ്ടി വന്ന കഷ്ടപ്പാടുകളെല്ലാം ആ വാചകത്തിലുണ്ട്. എന്താണ് ഐഷ അങ്ങനെ ഒരു പരാമർശം നടത്തിയത്? അത് പറഞ്ഞത് സത്യമാണ്. കാരണം ഏതൊരു ഡയറക്ടറും ആഗ്രഹിക്കുക അവരുടെ ഒരു സിനിമ എന്ന് പറയുന്നത് അവരുടെ എല്ലാവരുടെ ഒരു ഡ്രീമാണ്. നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത്. ഒന്നും ഈസി അല്ല. അപ്പം ഞാനൊക്കെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായി ഒരു സ്ഥലം ഫിക്സ് ചെയ്ത് മാത്രമേ നമുക്ക് എന്താണ് ഐഷ ഉദ്ദേശിക്കുന്നതെന്ന് ആ പേരിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് സിനിമ കണ്ട് മനസ്സിലാക്കാം. ഐഷ, നോക്കൂ, നമ്മൾ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പോൾ ഇത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ ഭാഗമായിരിക്കുകയാണ്. വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കലാസൃഷ്ടികൾ പ്രേക്ഷകരിലേക്ക്, അതിലൂടെ ലോകം കാണുക എന്നൊരു വലിയ അവസരം പ്രേക്ഷകർക്ക് ലഭിക്കുകയാണ്. എന്താണ് ഈ വനിതാ ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? ഈ ഒരു ഇനിഷ്യേറ്റീവിനെ എങ്ങനെയാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്? കാരണം ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും അധികം സഹോദര സ്നേഹത്തോടെ കാണുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ. ലക്ഷദ്വീപുകാരെ കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ പറയുന്ന മയക്കുമരുന്നോ അല്ലെങ്കിൽ AK-47 ഒന്നും അല്ല. ലക്ഷദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹവും ആതിഥ്യമര്യാദയും നിഷ്കളങ്കതയും ഒക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഞാൻ അവിടുത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിലേക്ക് ഒന്ന് വരികയാണെങ്കിൽ, ഈ പുതിയ അഡ്മിനിസ്ട്രേറ്റർ വന്നതിന് ശേഷമുള്ള പ്രശ്നങ്ങളൊക്കെ ഐഷയിലൂടെ ഞങ്ങൾ ഒരുപാട് കേട്ടതാണ്, മറ്റു വാർത്തകളിലൂടെയൊക്കെ കേട്ടതാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ വാർത്തകൾ പുറത്തു വരുന്നത് കണ്ടിരുന്നു. ഹെലികോപ്റ്റർ സർവീസ് ഇല്ലാത്തതിനാൽ കുറേ അധികം രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായെന്ന്. ഇവരുടെ ഈ രാഷ്ട്രീയ നിലപാടുകൾ സാധാരണക്കാരോടുള്ള പകപോക്കലായി അവിടെ മാറുകയാണോ? അങ്ങനെയാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? അതെ, ഉറപ്പായിട്ടും. കാരണം ഈ സാധാരണക്കാരെന്ന് പറയുന്നത് ഈ ജനങ്ങൾ അവരെ എങ്ങനെ മാക്സിമം ബുദ്ധിമുട്ടിക്കാം. ഇപ്പം ഞങ്ങളുടെ ഒപ്പം ഉള്ളവർ തന്നെയല്ലേ നിങ്ങൾ? അതെ, ഞാൻ അതാ പറഞ്ഞ, ഞങ്ങൾ ഇതൊക്കെ മാറണം. മാറുവൈഷ, എല്ലാം മാറും. എല്ലാ കാലവും ഗവൺമെന്റിനെ നമ്മൾ ഇത് അറിയിക്കണം. ഇത് മാറും, എല്ലാം മാറുന്ന ഒരു കാലം ലക്ഷദ്വീപിന് മുൻപിലുണ്ടാകും. ഐഷയ്ക്ക് അതിനൊരു നിമിത്തമാകട്ടെ. ഞാൻ ഒരിക്കലും ഇത്ര ഇമോഷണൽ ആവാറില്ല, എന്താണെന്നറിയില്ല. ബുദ്ധിമുട്ടായി പോയി. കാരണം നമ്മുടെ ഒരു ഫ്രെയിമിൽ വന്നിട്ട് ഐഷയ്ക്ക് ഒരു സങ്കടം വരുമ്പോൾ അറിയില്ല, മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവും. എന്നെ ആരും കണ്ടിട്ടുണ്ടാവില്ല. അതാണ് ഞാൻ ഇപ്പം പെട്ടെന്ന് ഞാൻ ആലോചിച്ചതാ. കാരണം ഞാൻ മിനിഞ്ഞാന്ന് കണ്ടതും അതേപോലെ ഒരു ഇൻസിഡന്റ് ആണ് ബ്രോ. കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ കണ്ട കാഴ്ച. സാധാരണ രീതിയിൽ ഒരാളും സഹിക്കില്ല. അതൊന്നും സഹിക്കാൻ പറ്റില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. എൻ്റെ വീട് റെയ്ഡ് നടന്ന ദിവസം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ അന്ന് ഈ ഇഷ്യൂ നടക്കുന്ന സമയം റെയ്ഡ് നടന്ന ദിവസം, അന്ന് രാത്രി ഞാൻ പോകുന്നത് ഈ എന്താ പറയുക, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണ്. എന്താ സംഭവം എന്നറിയോ? ലക്ഷദ്വീപിൽ നിന്ന് ഒരു ഇവാക്വേഷൻ ലേറ്റായി വന്നത് കാരണം ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി മരണപ്പെടുകയാണ്. അവരുടെ കുഞ്ഞും 9 മാസമായിട്ടുള്ള ഒരു കുട്ടി പുറം ലോകം, അതായത് ലോകത്തേക്ക് വരേണ്ട ഒരു ജീവനാണ്. അവരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സോ ഇതൊക്കെ ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ്റിന് നമ്മളെ ഇങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ. കാരണം എത്ര ബുദ്ധിമുട്ടാണ് ആ ജനങ്ങൾ അനുഭവിക്കുന്നത്, എത്ര ബുദ്ധിമുട്ട്. വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ക്യൂ നിൽക്കുന്ന ഒരു ജനതയെ ഞാൻ കാണുകയാണ്. അപ്പം ഭക്ഷണത്തിന് പോലും പോകാതെ 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ പുറത്ത് ഒരു ടിക്കറ്റ് കിട്ടാനാണ് കേട്ടോ. ലക്ഷദ്വീപിലേക്ക് പോകാൻ ഒരു ടിക്കറ്റ് കിട്ടാനാണ് അവർ ക്യൂ നിൽക്കുന്നത്. അവർ സ്വന്തം നാട്ടിലേക്ക് പോകാൻ, തിരിച്ചു കയറാൻ അവർക്ക് യാത്ര സൗകര്യമില്ല. ഇതൊക്കെ ഒരു ബേസിക് നീഡാണ്. ഇത് ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ലക്ഷദ്വീപുകാരെ ഇത്ര അധികം ബുദ്ധിമുട്ടിക്കണം? അതാണ് എൻ്റെ ചോദ്യം. കാരണം ആ ജനത എന്ത് തെറ്റാണ് ചെയ്തത്? ഇന്നേ വരെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കണമായിട്ട് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജനത. ഇന്നേ വരെ ഒരാളെ പറ്റി മോശം പറയാനായിട്ട് ഞാൻ കേട്ടിട്ടില്ല.
ആ ജനങ്ങളിൽപ്പെട്ട ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ജനതയാണത്. ആ ജനങ്ങൾക്ക് തന്നെയാണല്ലോ ഇത്രയും ബുദ്ധിമുട്ട് വന്നെന്ന് ആലോചിക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് നോക്കിപ്പിടിച്ച് അത്രയും ആളുകൾക്കെതിരെ ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം പ്രയോഗിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇത്ര നാളായിട്ടും ഞാൻ എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടില്ല. എന്തുകൊണ്ട് എൻ്റെ ജനതയെ മാത്രം ഇങ്ങനെ ഈ ഒരു ആൾക്കാരെ മാത്രം നോക്കിപ്പിടി ഇത്രയും ഉപദ്രവിക്കണമെന്ന്. തീർച്ചയായും ഐഷ, ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് നിസ്സാര കാര്യം. ആ സങ്കടം മനസ്സിലാകുന്ന ഐഷ. കാരണം ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു കാലത്ത് ഉത്തരം നൽകും. കാരണം ആരെയും എല്ലാ കാലവും അങ്ങനെയൊന്നും ദ്രോഹിക്കാൻ കഴിയില്ല ഐഷ. കാലം അതിന് മറുപടി നൽകുക തന്നെ ചെയ്യും. ഐഷയെ പോലുള്ളവരൊക്കെ അതിന് ഒരു വലിയ ഘടകമാകട്ടെ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുകയാണ്. ഐഷ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഐഷയുടെ കലാസൃഷ്ടികൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ ഒരു അവസരത്തിൽ ഒരല്പം സങ്കടപ്പെട്ടു പോയെങ്കിലും ഐഷയുടെ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്, ഐഷയുടെ ജനതയുടെ സ്നേഹം പങ്കുവച്ചതിന് എല്ലാ സ്നേഹവും ഞങ്ങൾ തിരിച്ചറിയിക്കുകയാണ്. താങ്ക് യു. വളരെയധികം നന്ദി ഐഷ സുൽത്താന. ഐഷ സുൽത്താനയാണ് അവരുടെ സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്. പക്ഷേ അവിടുത്തെ ജീവിതത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആ സങ്കടങ്ങളുടെയൊക്കെ നേർക്കാഴ്ച തന്നെയാണ് തൻ്റെ സിനിമയിലൂടെ ഐഷ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ ആ സിനിമ നമ്മുടെ മുൻപിലേക്ക് വരും. ഏതായാലും ഇന്നത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുകയാണ്. വലിയൊരു കാഴ്ച വിരുന്നാകട്ടെ പ്രേക്ഷകർക്കെന്ന് നമുക്ക് ആഗ്രഹിക്കാം.